നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സപ്ലൈകോയിൽ 13-ന് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇനി സബ്സിഡി പരമാവധി 35% വരെ മാത്രം. നടപടി ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യപ്രകാരം. ഒരു പ്രദേശത്തെ ആകെ കുടിവെള്ളം മുട്ടിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുന്നിൽ. മാള നെയ്തക്കുടി പ്രദേശത്തെ ജനങ്ങളാണ് പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുന്നിൽ എത്തിയത്. തൃശൂരിൽ സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. ഈ മാസം 25-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കുക. വാർത്തകൾ വിശദമായി. സപ്ലൈകോയിൽ 13-ന് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇനി സബ്സിഡി പരമാവധി 35% വരെ മാത്രം. ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. സബ്സിഡി സാധനങ്ങളുടെ വില വർധനയ്ക്ക് മന്ത്രിസഭായോഗം ഇന്നലെയാണ് അംഗീകാരം നൽകിയത്. ഇനി പരമാവധി 35% വരെ മാത്രമാണ് സബ്സിഡി ലഭിക്കുക. നേരത്തെ 55%-ഓളം സബ്സിഡി ലഭിച്ചിരുന്നു. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. 13-ഇനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന 55% സബ്സിഡി 35%ആക്കി കുറച്ചു. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. 2016-ൽ LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വലിയ വാഗ്ദാനമായിരുന്നു അടുത്ത 5 വർഷത്തേക്ക് സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്നത്. തുടർഭരണം ലഭിച്ച് 3 വർഷം കൂടെ പിന്നിട്ട ശേഷമാണ് സപ്ലൈകോ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നത്. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി എന്നിവയ്ക്കാണ് വില വർദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഒരു പ്രദേശത്തെ ആകെ കുടിവെള്ളം മുട്ടിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുന്നിൽ. മാള നെയ്തക്കുടി പ്രദേശത്തെ ജനങ്ങളാണ് പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുന്നിൽ എത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ ധർണ നടത്തി. ചുറ്റും ഉപ്പുവെള്ളത്താൽ കേന്ദ്രീകരിക്കപ്പെട്ട പ്രദേശമാണ് മാള നെയ്തക്കുടി. ഏക്കർ കണക്കിന് ഭൂമിയിൽ സദാസമയം ഉപ്പുവെള്ളം കെട്ടിക്കിടക്കും. താഴ്ന്ന പ്രദേശമായതിനാൽ ഭൂമിശാസ്ത്രത്തെ തിരുത്താനുമാകില്ല. അതിനിടയിലാണ് ഓർപ്പുഴ പരിസരത്തെ ഉപ്പുജല സംഭരണിക്കായി സ്വകാര്യ വ്യക്തി നീക്കം ആരംഭിച്ചത്. ആഴം കൂട്ടിയുള്ള അനധികൃത നിർമ്മാണം നെയ്തക്കുടിയിലെ മാത്രമല്ല, തൊട്ടടുത്ത മാള, പരനാട്ടുകുന്ന് പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ ശുദ്ധജലം മുട്ടിക്കുന്ന പ്രവൃത്തിയായി മാറുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. മുൻ MLA-യും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനിശ്ചിതനായ നേതാവ് സഖാവ് USS നൽകിയ ജില്ലാ കളക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2018-ൽ മാള ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന ശോഭാ സുഭാഷിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വെച്ച് ആ പ്രദേശത്ത് ഈ പറയുന്ന ഈ പൊക്കാലി നെൽകൃഷിയും താഴത്തിൽ കുഴിക്കാൻ പാടില്ല എന്നും കണ്ടൽക്കാടുകൾ നശിപ്പിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് അത് രേഖാമൂലം കളക്ടറെ അറിയിക്കുകയുണ്ടായി. ആ കളക്ടറുടെ തീരുമാനം 2018-ലെ തീരുമാനം ഇന്നും പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുമ്പോൾ ആ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതി ഈ തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നതിൽ AIYF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട്. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഇടപെട്ട് നിർത്തിവെപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് സോയി കോലഞ്ചേരി ധർണ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ അറിവനുസരിച്ച് ഒരു 50ഓളം ഏക്കർ, അതിലൊരുപാട് ഭാഗങ്ങൾ പുറമ്പോക്ക് ഭാഗങ്ങളുണ്ട്. ഇതൊന്നും അളന്ന് തിട്ടപ്പെടുത്താതെ എറണാകുളത്തെ ഒരു വലിയ മുതലാളി ഇത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ ഓരുവെള്ളം കയറ്റി ഇറക്കിക്കൊണ്ട് മത്സ്യകൃഷി നടത്താൻ വേണ്ടി ആഴത്തിൽ ചെളി മുഴുവനും ഖനനം ചെയ്ത് മാറ്റി അവിടെ അത്തരത്തിൽ ഒരു മത്സ്യകൃഷി അദ്ദേഹത്തിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രം നടത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ആഴത്തിൽ ഇത്തരത്തിലുള്ള ചെളി എടുത്തു കഴിഞ്ഞാൽ ഓർപ്പുഴയിൽ നിന്നുള്ള ഓരുവെള്ളം നേരെ കയറി വന്ന് നെയ്തക്കുടിയുടെ മുഴുവൻ ഭാഗത്തും ഈ പ്രദേശത്ത് മുഴുവനും ഓരുവെള്ളം വർഷത്തിൽ 365 ദിവസം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്ക് വരും. പ്രകാശൻ നെല്ലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. VS ഗോപാലകൃഷ്ണൻ, ND ഷൺമുഖൻ, CK സതീശൻ, CK ജയപ്പൻ, MC സനിൽ, CC അജയ്കുമാർ, PB ബാബു എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. ആലുവ കുട്ടമശ്ശേരിയിൽ കാറിടിച്ച് പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ നിഷികാന്തിന്റെ ശരീരത്തിൽ കാർ കയറിയിറങ്ങുകയായിരുന്നു.
നിർത്താതെ പോയ കാറിന്റെ ഉടമയെയും സുഹൃത്തിനെയും ഇന്നലെ പിടികൂടി. അച്ഛൻ ഓടിച്ച ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവെയാണ് നിഷികാന്ത റോഡിൽ വീണത്. പിന്നാലെ വന്ന കാർ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം പാഞ്ഞു പോവുകയായിരുന്നു. ഇടപ്പള്ളി സ്വദേശിയായ സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള കാർ ഓടിച്ചത് ബന്ധുവാണ്. കുട്ടിയെ ഇടിച്ചത് താൻ അറിഞ്ഞില്ലെന്നാണ് കാർ ഓടിച്ചയാളുടെ മൊഴി. അതേസമയം അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ SP പറഞ്ഞു. കേന്ദ്രമന്ത്രി വാഗ്ദാനവുമായി തൃശൂരിൽ BJP പ്രവർത്തകരുടെ ചുവരെഴുത്ത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലാണ് ചുവരെഴുത്ത്. തൃശൂരിനൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്നിങ്ങനെയാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതിന് പിന്നാലെയാണ് ചുവരെഴുത്തുകളുമായി BJP പ്രവർത്തകർ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയത്. തൃശൂരിനൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്നിങ്ങനെയാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ സുരേഷ് ഗോപിയുടെ പേര് ചുവരെഴുത്തുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തൃശൂരിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്ന വാഗ്ദാനം ചുവരെഴുത്തുകളിലൂടെ പറയാതെ പറയുകയാണ് BJP പ്രവർത്തകർ. തൃശൂരിൽ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ചുകൊണ്ട് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടതിന് പിന്നാലെയാണിപ്പോൾ ചുവരെഴുത്ത് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ ഇത്തവണ പോരാട്ടം കനക്കും. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നതിനിടെ സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. ഈ മാസം 25-ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കുക. തെരഞ്ഞെടുപ്പിന് ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. 18-ന് സമുദായ ജാഗ്രതാ സമിതി ദിനമായി ആചരിക്കാനും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട്. സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. ഈ മാസം 25-ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കുക. സമ്മേളനത്തിൽ ബിഷപ്പുമാർ, സമുദായ നേതാക്കൾ, ഇടവകകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. രാഷ്ട്രീയ പാർട്ടികളെ സഭയുടെ ആശങ്കയും ആവശ്യവും അറിയിക്കുകയാണ് ജാഗ്രതാ സമ്മേളനത്തിന്റെ ലക്ഷ്യം. തൃശൂരിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നതിനിടയിലാണ് സഭയുടെ സർക്കുലർ എന്നതാണ് ശ്രദ്ധേയം. സമ്മേളന കാരണങ്ങൾ വിശദീകരിക്കുന്ന സർക്കുലർ അതിരൂപത പള്ളികൾക്ക് അയച്ചു കഴിഞ്ഞു. രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി പോയി എന്നതുകൊണ്ട് മാത്രം സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്ന വിഭാഗമായി നാം മാറി. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് KB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ലെന്നും സർക്കുലറിൽ പറയുന്നു. സഭ നേരിടുന്ന ഈ ആശങ്കകളും വേദനയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് അതിരൂപത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഈ സന്ദേശം ഇടവകകളിൽ എത്തിക്കാൻ 18-ന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാമയുടെ പ്രതിഷ്ഠാകർമ്മം ഭക്തി നിർഭരമായി. രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് കലശപൂജ, ജീവോദ്വാസനം എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ബിംബ പ്രതിഷ്ഠാകർമ്മം നടന്നു. ചടങ്ങുകൾക്ക് താമരശ്ശേരി മേക്കാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട്, വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, C അനിൽകുമാർ, P ബിന്ദു, സുനിൽ കർത്ത, MR മിനി, ദേവസ്വം മാനേജർ K വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ, KV മുരളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സപ്ലൈകോയിൽ 13-ന് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇനി സബ്സിഡി പരമാവധി 35% വരെ മാത്രം. നടപടി ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യപ്രകാരം. ഒരു പ്രദേശത്തെ ആകെ കുടിവെള്ളം മുട്ടിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുന്നിൽ. മാള നെയ്തക്കുടി പ്രദേശത്തെ ജനങ്ങളാണ് പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുന്നിൽ എത്തിയത്. തൃശൂരിൽ സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. ഈ മാസം 25-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കുക.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.